ഹായ് സുഹൃത്തുക്കളെ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ പോലീസ് സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, സൂപ്രണ്ടന്റ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. PSCയുടെ പ്രൊഫൈലിൽ ഉടനെ തന്നെ അത് ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രി നിലവാരമുള്ള പോസ്റ്റുകൾ, ഡിഗ്രി നിലവാരമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന പോസ്റ്റുകളാണിത്. അപ്പോൾ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഏത് ബിരുദമുള്ള ആളുകൾക്കും ഈ പരീക്ഷകൾക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, ഡിഗ്രി പ്രിലിംസ് ആണ് അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ പറയട്ടെ, ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള SI, ജയിലർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷനുള്ള ഇന്റൻസീവ് ബാച്ചുകൾ I+ൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ കാറ്റഗറി നമ്പർ 446/2025, 447/2025 രണ്ട് കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ട്. ഇതിൽ 446 ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് SI ആണ് ഇതിന്റെ പോസ്റ്റിന്റെ പേര്. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക, 45,600 മുതൽ 95,600 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് ആണ്. പക്ഷെ ഒരുപാട് വേക്കൻസികൾ വരുന്ന പോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. കാറ്റഗറി 1 ഓപ്പൺ മാർക്കറ്റ്, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് സർവീസിലുള്ളവരിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ ഏജ് ലിമിറ്റ് 31 വയസ്സ് വരെയാണ്. 20 മുതൽ 31 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ്. ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1994, 2/1/1994 ശേഷം ജനിച്ച 1/1/2005 ഈ രണ്ട് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അതിനിടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്, നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് 167 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളവരാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ടോളർ പേഴ്സൺസിന് പ്രിഫറൻസ് കൊടുക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് മെഷർമെന്റ് 81 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് മെഷർമെന്റ്. എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഹൈറ്റും ചെസ്റ്റ് മെഷർമെന്റ് നോക്കുക, അതുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിന് പുറമെ the minimum height and chest measurement shall be 160 and 76 centimeter respectively for SC and ST candidates. അവർക്ക് അതിന്റെ ഒരു ഏജ് റിലാക്സേഷൻ അവിടെ കിട്ടുന്നുണ്ട്. ഇനി വിഷൻ എന്ത് വേണം? പെർഫെക്റ്റ് വിഷൻ വേണം എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. ഡിസ്റ്റന്റ് വിഷൻ 6/6 വേണം. നിയർ വിഷൻ 0.5 സ്നെല്ലൻ വേണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ എപ്പോഴാണ് ഇത് ചെക്ക് ചെയ്യുക? നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ശേഷം ഇത് നമുക്ക് ഇത്രയും വിഷൻ ഉണ്ടെന്നുള്ളതൊരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോടുകൂടി നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ഐ മസ്റ്റ് ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ. കളർ ബ്ലൈൻഡ്നെസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇതിന് പുറമെ എന്തുണ്ടാവും? നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഇതേ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക. എന്താണെങ്കിൽ ഇതാണ് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ. ഇത്രയൊക്കെ ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് പുറമെ SI ഓഫ് പോലീസ്, അതായത് മറ്റേ ആംഡ് പോലീസ് SI ആണ്. ഇത് നമ്മുടെ പോലീസിലേക്കുള്ള സിവിൽ പോലീസിലേക്കുള്ള SI ആണ്. അടുത്തൊരു നോട്ടിഫിക്കേഷൻ 448ഉം 448 ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 31 വയസ്സ് വരെ തന്നെയാണ് ഏജ് ലിമിറ്റ്. മറ്റ് സർവീസിൽ നിന്ന് എടുക്കുന്ന റിക്രൂട്ട്മെന്റുകൾക്ക് 36 വയസ്സ് വരെ നിങ്ങൾക്ക് കിട്ടും. 2/1/1994 ശേഷം ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. ശേഷം ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെയും ഹൈറ്റും അതുപോലെ ചെസ്റ്റ് മെഷർമെന്റും നോക്കുക. ഹൈറ്റ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റിന് 165 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 160. ചെസ്റ്റ് മെഷർമെന്റ് ജനറൽ കാൻഡിഡേറ്റിന് 81ഉം ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 160 സെന്റിമീറ്റർ ഉണ്ടാവണം. SC ST ആണെങ്കിൽ 155 സെന്റിമീറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. അതിന് പുറമെ പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം. 6/6 വിഷൻ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. അതുപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ മൂന്നാമതുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് ജയിലർ സൂപ്രണ്ട്. അപ്പോൾ അതായത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കുള്ള ജയിലർ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 451/2025. അപ്പൊ യൂണിഫോം പോസ്റ്റ് 3 അടുപ്പിച്ച് വിളിച്ചിട്ടുണ്ട്. ആംഡ് SI, അതുപോലെ സിവിൽ പോലീസ് SI, അതുപോലെ ജയിലർ, അസിസ്റ്റന്റ് ജയിലർ, സൂപ്രണ്ടന്റ് തുടങ്ങിയ ജയിലിലേക്കുള്ള
ഡിഗ്രി ലെവൽ ആ ഒരു പോസ്റ്റും വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണ്. മറ്റേത് 31 ആയിരുന്നു. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2/1/1989 ശേഷം ജനിച്ച ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്, അതിനുശേഷം ജനിച്ച ആളുകൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 43,400 മുതൽ 97,200 വരെയുള്ള മികച്ച ഒരു സ്കെയിൽ ഓഫ് പേയും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനും ഫിസിക്കൽ ഫിറ്റ്നസ് അവിടെ നോക്കുന്നുണ്ട്. മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ്. ഏതൊക്കെയാണ്? 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം, 81 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം, എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഉണ്ട്. അത് കോമൺ ആണ്, എല്ലാവർക്കും അത് തന്നെ കോമൺ ആണ്. അതിനകത്ത് റിലാക്സേഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആംഡ് എസ് ഐ ആണെങ്കിലും SI ആണെങ്കിലും ജയിലർ ആണെങ്കിലും ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ആ ടെസ്റ്റുകളും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിഷനും എന്തുണ്ടാവണം? പെർഫെക്റ്റ് വിഷൻ ഉണ്ടാവണം, 6/6 തന്നെ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കളർ ബ്രൈറ്റ്നസോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം ഇതൊക്കെ ഉണ്ട് എന്നുള്ള എന്ത് വേണം? സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇത് പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സായാലേ നമുക്ക് അടുത്ത പരീക്ഷയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ആദ്യം നിങ്ങൾ പാസ്സാവേണ്ടത്. അത് 2026 മെയ് ജൂൺ മാസങ്ങൾ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കും. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു 4-5 മാസമാണ് നമ്മുടെ മുന്നിൽ ഇനി ഉള്ളത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് I+നൊപ്പം വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും പ്രിലിമിനറി നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. വളരെ ചെറിയ ഫീസിൽ ഈ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സിന്റെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, നല്ലൊരു യൂണിഫോം പോസ്റ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.